ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ആയല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ വല്ലപ്പോഴും നല്ല സീൻ ഉണ്ടല്ലോ, നല്ല സീനറി ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് അതിന് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ച് ഇങ്ങനെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ എന്തെങ്കിലും ശബ്ദം വന്ന് അത് വെറുതെ കൊളാക്കണ്ട ആ ഫീഡ് എന്ന് വെച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ സേഫായി ഇങ്ങനെ വെക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെറിയ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ അത് ഷോർട്ടിലോട്ട് വരും, അല്ലാതെ വീഡിയോസ് ആയിട്ട് വരില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഈ വെറുതെ എൻ്റെ യൂട്യൂബ് ചാനലിനെ മോശമാക്കുന്നത്? നല്ലൊരു എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു പ്ലേസായി അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ സ്ക്രീൻ ടൈം കൂടുന്നത് വലിയ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് സ്ക്രീൻ ടൈം നല്ലോണം കുറക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ച് ഇതുപോലെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം, അധികം എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം നമുക്കധികം സ്ക്രീൻ ടൈമൊന്നും ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിലോട്ട് നോക്കി സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ വലിയ യൂട്യൂബ് ചാനലെല്ലാം ഉണ്ടല്ലോ, ആകെ 2K ഫോളോവേഴ്സുള്ള ചാനലാണ്, അപ്പോൾ നീ വലിയ ചാനലൊക്കെ ഉണ്ടല്ലോ, പൈസയൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ലല്ലോ. വീഡിയോസ് ഇടുന്നവർക്ക് അറിയാമല്ലോ, കൺസിസ്റ്റൻ്റായി വീഡിയോ ഇട്ടാൽ അതിന് കാശ് കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ആദ്യം നാട്ടിൽ പോകുന്നതല്ലേ, അപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഒന്ന് യൂട്യൂബിൽ ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങാം. എനിക്കൊരു കണ്ടൻറ് ഉണ്ട് നാട്ടിൽ പോയിട്ട്. അപ്പോൾ ആ കണ്ടൻറ് എനിക്ക് യൂട്യൂബിലേക്ക് ഇടണമെങ്കിൽ വെറുതെ വന്ന് യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഇതുകൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ല, ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കണം. കാരണം ഇങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നാൽ നമ്മളിങ്ങനെ മടി പിടിച്ച് വീട്ടിലിങ്ങനെ ഒരുമാതിരി ചടഞ്ഞിരിക്കുന്ന അവസ്ഥ വരും. കാരണം ഒന്ന് പ്രൊഡക്റ്റീവായി നിൽക്കണമെങ്കിൽ കുറച്ചൊന്ന് എന്താ പറയുക, ചിലപ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹിമാലയൻ്റെ കൺമേഷി എഴുതി പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ തന്നെ മാലയും കമ്മലൊന്നും ഇടാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കധികം വീഡിയോസ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടില്ല. പിന്നെ നാട്ടിലെത്തി പിന്നെ മാല നിട്ടില്ലെങ്കിൽ അമ്മയിൽ നിന്ന് ചീത്തലും കിട്ടുമല്ലോ. അതുകൊണ്ട് നാട്ടിലെത്തുമ്പോൾ കുറച്ചൊന്ന് കുറിയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ടേ പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്ന് വീഡിയോസ് എടുക്കാനൊക്കെ ഒരു മൂഡ് ഉണ്ടാവാറില്ല. പിന്നെ ഞാനിങ്ങനെ മടി പിടിച്ച് നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വിഹാനെ കൂട്ടാൻ വേണ്ടി ഞാൻ കിൻഡർ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ എനിക്ക് തോന്നി വീഡിയോ ചെയ്യാമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ശനിയാഴ്ച ആ ഒരു വീഡിയോ ഓൾറെഡി ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുന്ന് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്തിനായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ. എനിക്ക് തോന്നി ഞാനത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ തന്നെ. ഇതിപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഉലാത്തുന്നുണ്ട് സംസാരിച്ചുകൊണ്ട്. ഇവിടെ ആരും ഇല്ല, അതാണ് സത്യം. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നാട്ടിലെത്തിയിട്ട് വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും പോലെ പബ്ലിക് പ്ലേസിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് ഹായ് വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള അത്ര ഒരു കഴിവെനിക്കില്ല എന്നാണ്. കഴിവില്ലാത്തല്ല, എനിക്കതൊക്കെ എന്തിനാന്നൊരു തോന്നൽ. അങ്ങനെയൊക്കെ പറഞ്ഞൊരു കുറച്ചൊരു അലമ്പ് പരിപാടിയല്ലേ, കച്ചറ പരിപാടിയല്ലേ എന്നൊരു തോന്നൽ. അതുപോലെ തന്നെ എല്ലാവരുടെയും ഷൂട്ട് ചെയ്യുക, അതൊക്കെ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ചൊരു ഫങ്കിയായി അല്ലെങ്കിൽ എന്താ പറയല്ലേ, കുറച്ചൊരു ഇതായി ചെയ്യാമെന്ന് വെച്ചാൽ അതും സർവം മായാന്നല്ലേ, ആ ഒരു എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയലായി ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വിഹാനെ കൂട്ടാൻ പോകണം. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. ആർക്കും കാണിക്കാതെ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ആരോടും എന്താ പറയുക റിവ്യൂ ഒന്നും ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് പ്രാന്താണ് നീ കാണിക്കുന്നതെന്ന് എന്നോട് ചോദിക്കും. അതുകൊണ്ട് ഞാനിത് അപ്ലോഡ് ചെയ്യും. എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത്? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വീഡിയോസിന് കമൻറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നോട് പണ്ട് കുറേ മുമ്പൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ എനിക്ക് വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയക്കും. എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അറിയുന്ന കുറച്ച് ആൾക്കാർ റിലേറ്റീവ്സിലൊക്കെ. പിന്നെ ഈ വീഡിയോ നല്ലതായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെയായിരുന്നു, അവിടെ പോയല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് എന്നത് യൂട്യൂബിൽ കമൻറ്റായി ചെയ്തൂടെ? അപ്പോൾ ആരും നോക്കുന്നില്ല എന്നൊരു ചിന്തയില്ലല്ലോ. മുമ്പൊക്കെ ഞാൻ ചെയ്യേണ്ടെന്നായിരുന്നു പറഞ്ഞ കമൻറ്റ്. ഇപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എന്തൊന്ന് കമൻറ്റ് ചെയ്തുകൂടെ അതിൽ? അത് ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിമ്പലെങ്കിലും ഇടാമല്ലോ. അതിട്ടാൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ ഇവർക്കൊന്നും ഈ കമൻറ്റ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. പിന്നെ ആരും ബുദ്ധിമുട്ടാൻ നിൽക്കാറുമില്ല. അപ്പോൾ പിന്നെന്താ,
പിന്നെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരല്ല കൂടുതലും കമൻറ്റ് ചെയ്യുന്നത്, അറിയാത്തവരാണ് നമുക്ക് പെട്ടെന്ന് യൂട്യൂബിലൂടെ കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര അടുത്ത് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ ഈ കമൻ്റ് ഇടുന്നത് അത്ര ഡെയിലി കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ കമൻ്റ് ഇടുന്നല്ലാതെ ക്ലോസ് അല്ലാത്തവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വേണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഷോർട്സ് ഇട്ടാ വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതുകൂടി കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനോട് കഴിഞ്ഞ ദിവസം കാണുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇവള് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ഇവൾ ഈ അഖിൽമാരാറിൻ്റെ ഇവരുടെയൊക്കെ റിവ്യൂസൊക്കെ ഇടുന്നുണ്ട് എന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ ഇടും, ഞാനതപ്പോൾ തന്നെ പ്രൈവറ്റ് ആക്കി വെക്കും. വെറുതെ എനിക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ വെറുതെ ഇട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്ത് ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇറ്റലി പോയ കുറേ വ്ളോഗ്സ് വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആകെ ഒരു വീഡിയോ മറ്റും ഞാൻ അപ്ലോഡ് ചെയ്തു, ബാക്കിയൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം അതിന് ഞങ്ങളുടെ വോയിസ് ഒക്കെ ഉണ്ട്, പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട്. ഞാൻ എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്ത് പ്രൈവറ്റ് ആക്കി വെക്കും. അപ്പോൾ എനിക്കത് റെഫറൻസിന് പിന്നീട് ഉണ്ടാവും, പിന്നെ മെമ്മറി ഫുള്ളാവില്ല ഫോണിൽ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കും, അപ്ലോഡ് ചെയ്യും, പ്രൈവറ്റ് ആക്കി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായത്. ഞാൻ കാണുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഭയങ്കര റിച്ചാണ്, പക്ഷേ പുറത്തുനിന്നുള്ളൊരു ചാനലിൽ നിന്ന് ഞാൻ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇതിൽ വലിയ കണ്ടൻറ്റൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ വെറുതെ ഒരു ട്രയലായി ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെന്താ, അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. പിന്നെ എന്നോട് ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്താ പേഴ്സണൽ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ, അങ്ങനത്തെ ഒന്നും ചോദിക്കരുത്. വേറെ എന്തെങ്കിലും ഇവിടുത്തെ ജർമ്മനിയിലത്തെ കാര്യങ്ങളോ നാട്ടിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.